മാവോയിസ്റ്റ് നേതാവ് സി പി ജലീൽ കൊല്ലപ്പെട്ടതിൽ ദുരൂഹതയെ ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. ജലീലിന്റെ സഹോദരൻ സി പി റഷീദ് വയനാട് പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അതുപോലെ കഥകൾ മെനഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലീൽ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. സി പി എം മാവോയിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ മുമ്പ് കുപ്പു ദേവരാജ് മരിച്ച സമയത്ത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്ത വരികയും ഞാൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും സി പി ഐ മാവോയിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അംഗമാവുകയോ സായുധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊല്ലാനുള്ള അവകാശം, നിയമപരമായ അവകാശം അയാളെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ. നിയമപരമായി അയാൾ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അയാളെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും വിചാരണ ചെയ്യുകയും അങ്ങനത്തെ ഒരു സാഹചര്യമല്ല അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കാവുന്ന ഒരു ഇതുമില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഇത് ഗെയിമായി പ്ലാൻ ചെയ്യാവുന്ന കാര്യമൊന്നും അല്ലേ ഉള്ളൂ. ഒരാളെ പിടിച്ചുകൊണ്ടിട്ട് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചൂടെ? അല്ല, ഞാൻ പറഞ്ഞത് വർഗീസിനെ കൊന്ന് വർഗീസിന്റെ തലക്കുമ്പുറത്ത് തോക്കുണ്ടായിരുന്നു. പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷം രാമേന്ദ്രൻ നായർ ഇത് വെളിപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം വസ്തുത അറിയുന്നത്. കുപ്പു ദേവരാജന്റെ മരണം 10-11 ഉണ്ടാണ് അയാളുടെ ദേഹത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ജലീലിന്റെ സഹോദരൻ സി പി റഷീദാണ് വയനാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കണ്ട് ഈ ആരോപണം ഉന്നയിച്ചത്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്.